ചേരുന്നുണ്ട്. അനുമോദ്, ഒരു 35 വയസ്സുള്ള സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുകയും 5 കുഞ്ഞുങ്ങൾ അനാഥരാവുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഉറക്കെ സംസാരിക്കുകയും അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ യൂട്യൂബ് എന്ന് എടുത്തു നോക്കിയാൽ അവിടെ ഇത്തരം വീഡിയോകളുടെ, ഇത്തരം സന്ദേശങ്ങളുടെ, ഇത്തരം നെറ്റ്വർക്കുകളുടെ ഒക്കെ ഒരു ബഹളമാണ്. എന്തിൻ്റെ പേരിലാണ് ഈ ശിലായുഗ കാലത്തേക്കുള്ള രീതികളിലേക്കൊക്കെ മനുഷ്യർ തിരിച്ചു പോകുന്നത്? മലപ്പുറത്ത് ഇത് ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ശ്രീജ, ഇത് വളരെ വ്യക്തമാണ്. വിശ്വാസികളായ ആളുകളെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ ശക്തമായി നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഇത്തരം ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒട്ടേറെ ചാനലുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായ സിറാജുദ്ദീൻ തന്നെ ഇത്തരത്തിലൊരു ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചിരുന്നു. ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ, എന്നാൽ മതപരമായിട്ട് വലിയ ഒരു തരത്തിൽ അടിസ്ഥാനമില്ല എന്ന് മതപണ്ഡിതർ തന്നെ പറയുന്ന കാര്യങ്ങൾ അവർ അവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത ഏറ്റവും അധികമായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും. നേരത്തെ തന്നെ ഏറ്റവും അധികം വിമർശനം ഇസ്ലാം മതം ഏറ്റുവാങ്ങുന്നത് ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്തതിന്റെ പേരിലാണ്. അതിന്റെ വലിയ ഒരു കാരണവും ആ പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഭാര്യമാരെ പരപുരുഷർ കാണരുത് എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പുരുഷന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയോ ഇത്തരം ചികിത്സ നൽകുകയോ ചെയ്യാതെ അവരെ വീട്ടിൽ തന്നെ തുടരാൻ ആ പുരുഷന്മാർ താല്പര്യം കാണിക്കുന്നുണ്ട്. അതിന് മതം ഒരു മറയാക്കുന്നു. ആ ആയുധം അതൊരു വളച്ചൊടിച്ച് അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിന് പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രചാരകർ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇതൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അതായത് മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾക്ക് വലിയ പ്രചാരണം നൽകുന്ന തരത്തിലാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് മാത്രം എന്ന് പറഞ്ഞ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് മലപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ആധിക്യം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് തന്നെ ഈ കണക്കുകളും നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് ഇതിനെ കൃത്യമായ പ്രചരണത്തിലൂടെ മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. അതത്ര എളുപ്പമല്ല. കാരണം ഇതിനെതിരെ തുറന്നു പറയുക എന്നുള്ളത് ഒരുപക്ഷെ പലരും ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് പലർക്കും സാധ്യമാവുകയോ ചെയ്യുന്ന ഒന്നല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതീവ സെൻസിറ്റീവാണ്, അതീവ വൈകാരികമാണ് ഈ വിഷയങ്ങളൊക്കെ എന്നുള്ളതാണ്. ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ആരോഗ്യവകുപ്പിനും നിയമ സംവിധാനങ്ങൾക്കുമാണ്. അവർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രചരണം നടത്തുക, ഇത്തരത്തിൽ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. നിയമവിരുദ്ധമായി, അതായത് അനാരോഗ്യകരമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് ചികിത്സ നേടുക എന്നുള്ളത്. അത് നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയിടാൻ പോലീസിൻ്റെ ഭാഗത്തുള്ള നീക്കങ്ങളും ശക്തമായിട്ട് വേണം. അങ്ങനെ മാത്രമേ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാത്രം നേടാൻ കഴിയുന്ന ഒന്നല്ല ഇതിലെ പ്രതിരോധം. വാക്സിന് എതിരായ പ്രചരണത്തെ മലപ്പുറം തോൽപ്പിച്ചത് ചിട്ടയായ പ്രചരണത്തിലൂടെയും സന്ദേശങ്ങൾ നൽകുന്നതിലൂടെയും എല്ലാമായിരുന്നു. അന്ന് മതപണ്ഡിതർ വരെ ഇതിനോടൊപ്പം നിന്നിരുന്നു. ഇപ്പോൾ ഈ വീട്ടുപ്രസവം അതിന് എതിരെയും അത്തരത്തിലൊരു ക്യാമ്പയിൻ ആവശ്യമാണ്. പക്ഷേ അതിന് എത്രമാത്രം പിന്തുണ വാക്സിനെതിരെ ലഭിച്ചതുപോലെ എത്രമാത്രം വലിയ പിന്തുണ ഇതിന് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ്, ഇതോടൊപ്പം ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മളെ സംസാരിക്കാൻ ഇടവരുത്തിയത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ യുവതി പ്രസവത്തിന്റെ മരിച്ച സംഭവമാണ്. ഇതിലിപ്പോൾ ഈ സ്ത്രീ പോലീസ് കസ്റ്റഡിയിലാണ് എന്നറിയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു അസ്മയുടെ മരണമാണ് ഈ ചർച്ചകളിലേക്കൊക്കെ വഴിവെച്ചത് എന്നുള്ളതാണ്. അതിൽ പോലീസ് കർശന നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സഹായിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത്. ആ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഈ ഫാത്തിമ എന്ന ഈ സ്ത്രീ. അവർ ഈ ഒരു പ്രസവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വയറ്റാട്ടിയാണ് അവർ ഈ ഒരു രാത്രി, അന്ന് സംഭവം നടന്ന ദിവസം രാത്രി വരെ അവിടെ തുടർന്നിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇവർ ഒതുക്കുങ്ങൽ സ്വദേശിനിയാണ്. ഇവരെ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്നാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ നിയമം അനുശാസിക്കുന്ന സാധ്യമായ എല്ലാ വഴികളിലൂടെയും പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ശാസ്ത്രവിരുദ്ധമായ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ സംഭവത്തിൽ പരോക്ഷമായിട്ടും അയാളെ സഹായിച്ചവർക്കെതിരെ പോലും
നടപടികൾ എടുക്കാൻ പോലീസ് മുതിരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫാത്തിമയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തും, ഏതെല്ലാം നടപടികൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് അല്പസമയത്തിനകം 1 മണിക്കൂറുകളിൽ വ്യക്തമാവും. ശരി, ശ്രീജ. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.